आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ധർമ്മവീർ ഭാരതിയുടെ കനുപ്രിയയിലെ മഞ്ചരി പരിണയ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ആമ്രഭൗർക്ക ഗീത്, മാമ്പൂവിൻ്റെ ഗാനം ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അവസാന ഭാഗം, കഴിഞ്ഞ ക്ലാസ്സിലെ അവസാന ഭാഗം ഒന്ന് ഓർമ്മിക്കാൻ പറയാം. അതായത് രാധ കണ്ണൻ്റെ അടുത്ത് എത്താൻ സാധിച്ചില്ല. കണ്ണൻ തിരിച്ച് തൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്ന സമയത്ത് മാമ്പൂ പൊടിച്ച് വിതറിക്കൊണ്ടാണ് പോകുന്നത്. അത് തൻ്റെ സിന്ദൂരഴകിൽ ചാർത്തിയ പോലെയാണ് രാധയ്ക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സൗഭാഗ്യവതി ആയിക്കൊണ്ടിരിക്കുന്ന രാധ തല കുനിച്ച് പ്രണമിക്കാൻ രാധ വന്നില്ല എന്നുള്ള വിഷമമാണ് രാധ പറയുന്നത്. തൻ്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുമ്പോൾ കണ്ണനെ തല കുനിച്ചുകൊണ്ട് കാല് തൊട്ട് വന്ദിക്കാൻ രാധ വന്നില്ല. അതോടുകൂടിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. पर मेरे प्राण ये क्यों भूल जाते हो कि मैं वही भावली लड़की हूँ, न जो कदम्ब के नीचे बैठकर जब तुम बोई की जंगली लदरों के पके फलों को तोड़कर मसलकर उनकी लाली से मेरे पाँवों को महावर रचने के लिए अपनी गोद में रखते हो, तो मैं लाज से धनुष की तरह दोहरी हो जाती हूँ और अपने पाँव पूरे भल से समेट कर खींच लेती हूँ. अपनी दोनों बाहों में अपने घुटने कस मुंह फेर कर निचल बैठ जाती हूँ. पर शाम को जब घर आती हूँ तो निर्बुध एकांत में दीपक के मंद आलोक में अपने उन्हीं चरणों को अबलग निहारती हूँ. बावली सी उन्हें बार बार प्यार करती हूँ. जल्दी जल्दी में अधबनी उन महावर की रेखाओं को चारों ओर देकर धीमे से चूम लेती हूँ. ഇനി നമുക്കിതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. पर मेरे प्राण ये क्यों भूल जाते हो कि मैं वही बावली लड़की हूँ. എൻ്റെ പ്രാണനെ, എൻ്റെ പ്രാണദേവ, നീ എന്തുകൊണ്ടാണ് ഇത് മറന്നു പോകുന്നത്? ഞാൻ ആ പൊട്ടിപ്പെണ്ണ് തന്നെയാണ്, ഭാവലി പൊട്ടിപ്പെണ്ണ്. കദംബക്ക് നീച്ച ബേഡ്കർ ജബ് തും പോയി കി ജംഗലി, നീ എപ്പോഴാണോ കദംബക്ക് നീച്ച ബേഡ്കർ, ആ കദംബ വൃക്ഷത്തിന് ചുവട്ടിൽ ഇരിക്കുന്ന സമയത്ത്, ജബ് തും പോയി കി ജംഗലി ലതറോ കി പക്കേ ഫലോക്കോ, പോയി കി ജംഗലി അതായത് തടിച്ച ഇലകളൊക്കെയുള്ള കാട്ടിലെ വൃക്ഷത്തിലെ വള്ളിയിൽ ഉണ്ടാകുന്ന പാകമായ പഴങ്ങൾ എടുത്തിട്ട്, ഒരു കാട്ടിലെ പഴമാണ്, വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന പഴമാണ്, ആ പഴം എടുത്തിട്ട് തോಡ್കർ മസൽക്കർ ഉൻകി ലാലിസെ മേരെ പാവം കോ, എൻ്റെ കാലിൽ ആ പഴങ്ങൾ പിഴിഞ്ഞ് തിരുമ്മി അതിൻ്റെ നീരെടുത്ത്, എൻ്റെ ചുവന്ന നീരെടുത്തിട്ട് എൻ്റെ കാലിൽ മഹാവ്രജനയ്ക്കിലെ അപ്പനി ഗോദ്മേ രക്തേ ഹോ, അതിൻ്റെ നീരെടുത്തിട്ട് കാലിൽ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് തൻ്റെ മടിയിൽ വെച്ചു. ആ വെച്ച സമയത്ത് തോ മേ ലാജ് സെ ധനുഷ് കി തര ദോഹരി ഹോ ജാത്തി ഹൂँ, ഞാൻ വളരെ ലജ്ജ കൊണ്ട് വില്ലിനെ പോലെ വളഞ്ഞ്, രണ്ട് ഭാഗത്തേക്കും വളഞ്ഞ അവസ്ഥ, ലജ്ജ കൊണ്ട് വില്ല് പോലെ വളഞ്ഞ അവസ്ഥയാകും എന്നാണ് രാധ പറയുന്നത്. കാലിൽ മൈലാഞ്ചി ഇടുന്ന സമയത്ത് പഴങ്ങൾ പിഴിഞ്ഞ് ചുവപ്പ് കളറുള്ള ഒരു നീരെടുത്തിട്ടാണ് രാധയുടെ കാലിൽ മൈലാഞ്ചി ഇടുന്നത്, മെഹന്തി ഇടുന്നത്. ആ സമയത്ത് രാധ വില്ലിനെ പോലെ വളഞ്ഞു പോകുമെന്നാണ് നാണം കൊണ്ട് പറയുന്നത്. और अपने पाँव पूरे भल से समेट कर खींच लेती हूँ, ഞാൻ എൻ്റെ കാലുകൾ ആ സമയത്ത് ലജ്ജ കൊണ്ട് ഞാൻ വളരെ ബലത്തോടു കൂടി ചേർത്ത് വയ്ക്കും. ചേർത്ത് വയ്ക്കുക. अपनी दोनों बाहों में अपने घुटने कस, അതുപോലെ തന്നെ ഞാൻ എൻ്റെ രണ്ട് കൈകളും ഉപയോഗിച്ചിട്ട് ഞാൻ കാൽമുട്ട് അമർത്തും. घुटने कस എന്ന് പറഞ്ഞാൽ കാൽമുട്ട് അമർത്തുക. मुँह फेर कर निश्चल बैठ जाती हूँ, അതുപോലെ തന്നെ മുഖം തിരിച്ച് നിശ്ചലമായിട്ട് ഇരിക്കും നാണം കൊണ്ട്. അതായത് കൃഷ്ണൻ്റെ മടിയിൽ കാല് വെച്ച് കൃഷ്ണൻ മെഹന്തി ഇടുന്ന സമയത്ത് ഇതൊക്കെ ഓർക്കുകയാണ് രാധ ലജ്ജ കൊണ്ട് മുഖം തിരിച്ച് കാലുകൾ അമർത്തി ചേർത്ത് വെച്ച് ഇരിക്കും.
पर शाम को जब घर आती हूँ तो ഇതിന് ശേഷം വൈകുന്നേരം വീട്ടിൽ സന്ധ്യാസമയം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നിർബുദ്ധ ഏകാന്തമേ ദീപക് മന്ദ ആലോകമേ വളരെ സൈലൻ്റ് ആയിട്ടുള്ള സമയം ദീപക് മന്ദ ആലോകമേ വിളക്കിൻ്റെ മന്ദമായ ആ പ്രകാശത്തിൽ ആലോക പ്രകാശത്തിൽ അപ്പനെ ഉനി ചരണോക്കോ ഞാൻ ആ കാലുകൾ ആ മൈലാഞ്ചി ഇട്ട കാലുകൾ ആ ചെറിയ വെളിച്ചത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് സന്ധ്യാസമയം അപലഗ് നിഹാർത്തി ഹും ഞാൻ കാലുകളെ നോക്കിക്കൊണ്ടേയിരിക്കും. ഇമ വെട്ടാതെ ഞാൻ ആ കാലുകൾ നീ മൈലാഞ്ചി ഇട്ട് തന്ന കാലുകൾ നോക്കിക്കൊണ്ടേയിരിക്കും. ബാവിലിസി ഉനെ ബാർ ബാർ പ്യാർ കർത്തി ഹും. ബാവിലിസി ഭ്രാന്തിയെ പോലെ ഞാനത് വീണ്ടും വീണ്ടും സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. जल्दी जल्दी में अधबनी उन महावर की രേഖാവും को चारों ओर देखकर धीमे से छूम लेती हूँ. അതുപോലെ തന്നെ പെട്ടെന്ന് അധുബനി എന്ന് പറഞ്ഞാൽ പകുതി വരച്ച ഉൻ മഹാവർ ആ കുങ്കുമരേഖ മഹാവർ കി രേഖ കുങ്കുമരേഖ പകുതി വരച്ച അധുബനി എന്ന് പറഞ്ഞാൽ പകുതി വരച്ച ആ കുങ്കുമരേഖ ചാരോ ഓർ ദേക്കർ ധീമേ സെ ചൂം ലെത്തി ഞാൻ 4 ഭാഗത്തും നോക്കിയിട്ട് ധീമേ സെ സാവധാനം ചൂം ലെത്തി ഹും. ചൂം ലേന എന്ന് പറഞ്ഞാൽ ചുംബിക്കും. ആ കാലുകൾ ഞാൻ ചുറ്റും വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ ചുംബിക്കും. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. रात गहरा आई है और तुम चले गए हो और मैं कितनी देर तक बाह से उसी आम्र डाली को घेरे चुपचाप रोती रही हूँ जिस पर टिक कर तुम मेरी प्रतीक्षा करते हो. और मैं लौट रही हूँ हताशा और निष्फल और ये आम के भौर के कण कण मेरे पाँवों में बुरी तरह साल रहे हैं. पर तुम्हें ये कौन बताएगा सावरे कि देर ही में सही पर मैं तुम्हारे पुकारने पर आ तो गई और मांग सी उछली पगडंडी पर बिखरे. ये मंजरी कण भी उत्तर मेरे चरणों में गड़ते हैं तो इसीलिए कि कितना लंबा रास्ता कितनी जल्दी जल्दी पार कर मुझे आना पड़ा है और कांडों और कांगरियों से मेरे पाँव किस बुरी तरह घायल हो गए हैं. അങ്ങനെ रात गहरा आई है और तुम चले गए हो. നീ ഒരുപാട് സന്ധ്യാസമയമായി ഒരുപാട് സമയം വൈകി. രാത് ഗഹരായി വളരെ വൈകി. ഗഹര എന്ന് പറഞ്ഞാൽ ഡീപ്പായി, അതായത് സന്ധ്യാസമയം വളരെ വൈകി. ഓർ തും ചലേ ഗയേ ഹോ നീ പോയിട്ടുണ്ട്. ഓർ മേ കിത്നി ദേർ തക് ബാഹ് സേ ഉസി ആമ്ര ഢാലി കോ ഗേറെ ചുപ്ചാപ്പ് റോത്തി രഹി ഹും. രാത്രി വളരെ വൈകി, അതുകൊണ്ട് നീ പോയിട്ടുണ്ടാകും. എന്നാലും തും ചലേ ഗയേ ഹോ ഓർ മേ കിത്നി ദേർ തക് ബാഹ് സേ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ഒരുപാട് നേരം ഉസി ആമ്ര ഢാലിക്ക് ഗേറെ ഞാൻ നീ നിന്ന ആ മാവിൻ വൃക്ഷത്തെ ചുറ്റിക്കൊണ്ട് ഗേറെ വളഞ്ഞ് ചുപ്ചാപ്പ് റോത്തി രഹി ഹും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ നിന്ന് എന്നെ ഓടക്കുഴിയിൽ വിളിച്ച് കാത്തിരുന്ന ആ വൃക്ഷം, ആ മാവിൻ്റെ ചുവട്ടിൽ അതിനെ ചുറ്റിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ കുറേ നേരം ഇരിക്കുകയാണ്. ജിസ് പർ ടിക്കർ തും മേരി പ്രതീക്ഷ കർത്തേ ഹോ. നീ എന്തിനെയാണോ ചാരി നിന്നുകൊണ്ട് എന്നെ പ്രതീക്ഷിച്ചിരുന്നത് അത് ചുറ്റിക്കൊണ്ട് ഞാൻ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മാവിനെ ആ കൊമ്പിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വരാൻ സാധിച്ചില്ല. കൃഷ്ണൻ ഇപ്പോൾ അവിടെ നിന്ന് പോയി. और मैं लौट रही हूँ हताशा और निष्फल और ये आम के भौर के कण कण मेरे पाँवों में बुरी तरह साल रहे हैं. ഞാനിപ്പോൾ തിരിച്ചു പോവുകയാണ്. നിന്നെ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഞാൻ തിരിച്ചു പോകുന്നത് വളരെ ദുഃഖത്തോടു കൂടിയാണ്. ഹത്താശ നിരാശയോടു കൂടിയാണ്. ഒരു നിഷ്ഫൽ എനിക്ക് സാധിച്ചില്ല നിന്നെ കാണാൻ. നിഷ്ഫലമായിട്ടാണ് ഞാൻ പോകുന്നത്. കാര്യം സാധിച്ചില്ല. ഒരു യേ ഹാം കെ ഭോർ കെ കൺ കൺ നീ പൊടിച്ചിട്ട ഈ മാമ്പൂവിൻ്റെ ഈ മാമ്പൂ അതിൻ്റെ ഓരോ കണങ്ങളും മേരെ പാവോ മേ ഭൂരി തെറി സാൽ രഹേ എൻ്റെ കാലുകളെ ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് അത് ചവിട്ടിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. നീ പൊടിച്ച് വിതറിയിട്ട ആ മാമ്പൂ
ആ മാമ്പൂക്കൾ എൻ്റെ കാലിനെ കുത്തി വേദനിപ്പിക്കുന്നു. സാൽ രഹേ ഹേ पर तुम्हें ये कौन बताएगा सावरे कि देर ही में सही. നിന്നോട് ഇനി ആര് പറഞ്ഞു തരും കൃഷ്ണ, സാവരെ കൃഷ്ണ, എന്തെന്നാൽ നീ എന്നെ വിളിച്ചു, ഞാൻ അത് അറിഞ്ഞില്ല, പക്ഷേ നേരം വൈകിയാലും ഞാൻ വന്നു എന്ന് ആര് നിന്നോട് പറഞ്ഞു തരും. कि देर ही में सही पर मैं तुम्हारे पुकारने पर आ तो गई. നിൻ്റെ വിളിയിൽ ഞാൻ വന്നു. और मांग सी उछली पगडंडी पर बिखरे ये मंजरी कण भी अगर मेरे चरणों में गिरते हैं तो. इसलिए ना कि कितना लंबा रास्ता, ഒരുപാട് ദൂരം താണ്ടിയാണ് ഞാൻ വന്നത്. എൻ്റെ വിളി കേട്ടിട്ട് ഞാൻ വന്നു. और मांग सी उछली पगडंडी पर, സിന്ദൂർ രേഖ ചാർത്തിയ ആ നടപ്പാതയിലൂടെ, ആ മാമ്പു വിതറിയ ആ നടപ്പാതയിലൂടെ, പ്രകാശത്തിൻ്റെ ആ നടപ്പാതയിലൂടെ, സിന്ദൂരരേഖ തിളങ്ങുന്ന സിന്ദൂരരേഖ ചാർത്തിയ ആ നടപ്പാതയിലൂടെ, മാമ്പൂ വിതറിയ ആ നടപ്പാതയിലൂടെ, ഈ മഞ്ചരി കൺബി, ഈ മാമ്പൂക്കൾ, ഇതിൻ്റെ ഓരോ കണങ്ങൾ, അഗർ മേരെ ചരണോമേ ഗഡ്തേ ഹെത്തോ, എൻ്റെ കാലുകളെ തറക്കുകയാണെങ്കിൽ, ചരണോമേ ഘടന എന്ന് പറഞ്ഞാൽ കാലിൽ തറക്കുക. ഞാൻ ഒരുപാട് ദൂരം താണ്ടിയാണ് വരുന്നത്. ആ സമയത്ത് കാലിൽ ഇത് തറക്കുകയാണെങ്കിൽ, इसलिए ना कि कितना लंबा रास्ता कितनी जल्दी पार कर मुझे आना पड़ा है. ഒരുപാട് ദൂരം താണ്ടിയാണ് എനിക്ക് വരാൻ സാധിച്ചത്. നീ പോയതിന് ശേഷം ഞാൻ ഇവിടെ വന്നു. അതാരും നിന്നോട് പറഞ്ഞു തരും. और खांड और कांगरियों से मेरे पाँव किस बुरी तरह घायल हो गए हैं. മുള്ളുകൾ കൊണ്ടും കാലിൽ മുള്ളു തെറിച്ചും പാറക്കഷ്ണങ്ങൾ, കാങ്കരിയ എന്ന് പറഞ്ഞാൽ പാറക്കഷ്ണങ്ങളാണ്, കാണ്ടോ എന്ന് പറഞ്ഞാൽ മുള്ളുകളാണ്. മേരെ പാവ് കിസ് ബൂരി തറ ഗായലോകെ, ഇത് എൻ്റെ കാല് തറച്ചിട്ടുണ്ടെന്ന്, പാറക്കഷ്ണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മുള്ളുകൾ കൊണ്ടും എൻ്റെ കാലുകൾ തറച്ചിട്ടുണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു തരും. ശരിക്കും അതൊന്നും രാധയ്ക്ക് പ്രശ്നമല്ല, മുറിവേൽപ്പിച്ചതല്ല എന്ന്. ഇതൊന്നും അല്ല അവരെ മുറിവേൽപ്പിച്ചത്. ഈ മുള്ളുകളോ ഈ പാറക്കഷ്ണങ്ങളോ അല്ല രാധയെ മുറിവേൽപ്പിച്ചത്. കൃഷ്ണനെ കാണാൻ സാധിച്ചില്ല എന്ന വിഷമമാണ് രാധയ്ക്കുള്ളത്. അതുപോലെ തന്നെ രാധ നേരം വൈകിയാലും അവിടെ എത്തി എന്ന് ആര് പറഞ്ഞു തരും, നിന്നോട് ആര് പറഞ്ഞു തരും എന്നുള്ള വേദനയും രാധയ്ക്കുണ്ട്. യെ കൈസെ ബതാവും തുമേ, അടുത്ത ഭാഗത്താണുള്ളത്. യെ കൈസെ ബതാവും തുമേ कि चरम साक्षात्कार के ये अनूठे क्षण भी जो कभी कभी मेरे हाथ से छूट जाते हैं. तुम्हारी मर्म पुकार जो कभी कभी मैं नहीं सुन पाती, तुम्हारी भेंट का अर्थ जो नहीं समझ पाती, तो मेरे सावरे लाज मन की भी होती है. एक अज्ञात भय, अपरिचित संशय, आग्रह भरा गोपन और सुख के क्षण में भी घिर आने वाली निर्व्याख्या उदासी, फिर भी उसे चीर कर देर में ही आऊँगी प्राण. तो क्या तुम मुझे अपनी लंबी चंदन बाहों में भरकर बेसुध नहीं कर दोगे. രാധ പറയാണ്, ഇതൊന്നും അല്ല, ഈ പാറക്കഷ്ണങ്ങളോ മുള്ളുകളോ അല്ല എൻ്റെ കാല് മുറിവേൽപ്പിച്ചത്. ഈ കൈസെ ബത്താവും തുമ്മ, ഞാൻ നിന്നോടിത് എങ്ങനെ പറയും. कि चरम साक्षात्कार के ये अनूठे क्षण भी, പരമമായ നിന്നെ കണ്ടുമുട്ടുന്ന ഈ നിമിഷം, ഈ അപൂർവ നിമിഷം, അനൂठे क्षण, അപൂർവ നിമിഷം, जो कभी कभी मेरे हाथ से छूट जाते हैं, ചിലപ്പോഴൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും, വഴുതി മാറുന്നു. ഈ നിമിഷം എനിക്ക് കിട്ടുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് വഴുതി മാറുന്നു, എനിക്ക് വരാൻ സാധിക്കുന്നില്ല. ഈ അപൂർവ നിമിഷം. തുമാരി മർമ്മ പുക്കാർ ജോ കബി കബി മേ നഹി സുൻ പാത്തി, ചിലപ്പോഴൊന്നും നിൻ്റെ ഈ രഹസ്യ വിളി എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. തുമാരി ഭേണ്ട് കാർത്ത് ജോ നഹി സമജ് പാത്തി, തോ മേരെ സാവരെ ലാജ് മൻ കി ബി ഹോത്തി ഹേ. കൃഷ്ണ, സാവരെ, രാധ കൃഷ്ണനോട് പറയുകയാണ്, ലജ്ജ എന്ന് പറയുന്നത് മനസ്സിൻ്റെ മാത്രമല്ല. നിന്നെ ഈ കണ്ടുമുട്ടാൻ എനിക്ക് സാധിക്കുന്നില്ല. നിന്നെ കണ്ടുമുട്ടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കുന്നില്ല. ജോ നഹി സമജ് പാത്തി, ആരാണോ മനസ്സിലാക്കാത്തത്, നിന്നെ കണ്ടുമുട്ടുന്നതിൻ്റെ അർത്ഥം ആരാണോ മനസ്സിലാക്കാത്തത്, തോ മേരെ സാവരെ, നിന്നോട് ഞാൻ പറയുകയാണ്, ലാജ് മൻ കി ബി ഹോത്തി ഹേ. ഈ ലജ്ജ എന്ന് പറയുന്നത് മനസ്സിനും ബാധിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിൻ്റെയും കൂടിയാണ്.
ശരീരത്തിന് മാത്രം ബാധിക്കുന്ന ഒന്നല്ല. നിൻ്റെ വിളിയുടെ രഹസ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ലജ്ജ എന്നത് ശരീരത്തിനെ മാത്രമല്ല മനസ്സിനെയും ബാധിച്ചിട്ടുണ്ട്. एक अज्ञात भय അപരിചിത ലജ്ജ കാരണം ഉണ്ടാകുന്നതാണ് एक അജ്ഞാത ഭയം. അറിയാത്ത അജ്ഞാതനായ ഭയം, അപരിചിതമായ സംശയം, ആഗ്രഭര ഗോപൻ മറവി അല്ലെങ്കിൽ और सुख के क्षण में भी घिर आने वाली निर्व्याख्या उदासी. ഒരുപാട് സങ്കടങ്ങളും സംശയങ്ങളും ഭയങ്ങളുമൊക്കെയാണ് ഈ ലജ്ജ കാരണം ഉണ്ടാകുന്നത്. फिर भी उसे चीर कर ധേർ മേ ഹി ആവുങ്കി പ്രാൺ. പക്ഷേ രാധ ഇവിടെ പറയാണ്, കൃഷ്ണനെ ആശ്വസിപ്പിക്കുകയാണ്, പക്ഷേ ഞാൻ ഈ ബന്ധങ്ങളെയൊക്കെ ഞാൻ ഭേദിച്ചു വരും. ചീർക്കർ ഭേദിക്കുക. ധേർ മേ ഹി ആവുങ്കി പ്രാൺ, ധ്യാനം വൈകിയാലും ഞാൻ വരും പ്രാണദേവ. तो क्या तुम मुझे अपनी लंबी चंदन बाहों में भरकर बेसुध नहीं कर दोगे. എന്നിട്ട് രാധകൃഷ്ണനോട് ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെ ബന്ധനങ്ങളെയൊക്കെ ഭേദിച്ച് വരുന്ന സമയത്ത് നീ നിൻ്റെ അപ്നി ലംബി നീളമുള്ള നിൻ്റെ ചന്ദനഗന്ധത്തോടെയുള്ള നിൻ്റെ കൈകളാൽ, ചന്ദന ബാഹു എന്ന് പറഞ്ഞാൽ ചന്ദനഗന്ധത്തോടെയുള്ള നിൻ്റെ കൈകളാൽ ആലിംഗനം ചെയ്ത് ബോധരഹിതയാക്കിയില്ലേ എന്ന് പറയാണ്. ബോധരഹിതയാണ്. ബേസുദ് എന്ന് പറഞ്ഞാൽ ബോധരഹിതയാണ്. നീ എന്നെ ആലിംഗനം ചെയ്ത് നിൻ്റെ ചന്ദന ഗന്ധത്തോടെയുള്ള നിൻ്റെ കൈകളാൽ എന്നെ കെട്ടിപ്പിടിച്ച് നീ എന്നെ ആലിംഗനം ചെയ്ത് എന്നെ ബോധരഹിതയാക്കില്ലേ എന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്. ഇത്രയുമുള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അങ്ങനെ കനുപ്രിയയിലെ മഞ്ജരി പരിണയം എന്ന് പറയുന്ന ഭാഗത്തിലെ ആദ്യ ഭാഗമായ ആമ്ര ഭോർക്ക ഗീത് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.